ശബരിമലയിൽ ഭക്തർ നൽകുന്ന സ്വർണവും പണവും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? ഇത് എന്ത് ചെയ്യും? എങ്ങനെയൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്? അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ശബരിമലയിൽ ഇപ്പോൾ ഈ ഭക്തർ തരുന്ന സ്വർണവും വെള്ളി ഇതെല്ലാം കൗണ്ട് ചെയ്ത് മഹസർ ചെയ്ത് ഈ ക്യാഷെല്ലാം ബാങ്കിലടക്കുകയും മറ്റേ സൂക്ഷിക്കേണ്ട സ്ഥാവര സ്വത്തുകൾ സൂക്ഷിക്കേണ്ടത് നമ്മളെ ആറന്മുളയുള്ള സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയും അത് അവിടെ ഈ ഓരോ ക്ഷേത്രങ്ങളിലും മഹാക്ഷേത്രങ്ങളിലായാലും ചെറിയ ക്ഷേത്രങ്ങളിലായാലും വളരെ വിലപിടിപ്പുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഒരു രജിസ്റ്ററുണ്ട്. തിരുവാഭരണം രജിസ്റ്റർ എന്നാണ് ആ രജിസ്റ്ററിൻ്റെ പേര്. വലിയ ഒരു 10,000 പേജുള്ള രജിസ്റ്ററാവും. ആ രജിസ്റ്ററിൽ ആ ഉരുപ്പടി സംബന്ധിച്ച് അതിൻ്റെ ഏകമാനം, അളവ്, അതിൻ്റെ തൂക്കം, അതിൻ്റെ മാറ്റ് ഇതെല്ലാം രേഖപ്പെടുത്തി വ്യക്തതയോടുകൂടി ആ രജിസ്റ്ററിൽ നമ്പറിട്ട് എൻട്രി ചെയ്തിട്ടുണ്ടാവും. ഈ രജിസ്റ്റർ അല്ലെങ്കിൽ ഈ ഉരുപ്പടികൾ ഒരു വർഷത്തിലൊരിക്കൽ വെരിഫൈ ചെയ്യണമെന്നാണ്. നമ്പർ വാർ വെരിഫിക്കേഷൻ നടത്തണമെന്നും കൂടുതൽ കുറവ് സ്റ്റേറ്റ്മെൻറ്റുകൾ 3 മാസത്തിലൊരിക്കൽ അയക്കണമെന്നും ചട്ടങ്ങളുണ്ട്. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത് 15 വർഷമായിട്ട് അത് പാലിക്കുന്നില്ല. വളരെ സങ്കടകരമായ കാര്യമാണ്.